നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോഴേ നമ്മുടെ പുതുരുത്തി എന്നൊക്കെ പറയും, വടക്കാഞ്ചേരി എരുമപ്പെട്ടി പുതുരുത്തി ആ ഭാഗത്ത് മയിലാടുംപാറ എന്ന് പറഞ്ഞിട്ടൊരു പാറയുണ്ട്. അപ്പോൾ അവിടുത്തെ കുഞ്ഞു കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയൊരു റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട് കയറി പോകണം. കുറച്ച് ദൂരം കയറി പോകണം. നമ്മുടെ ചങ്കത കയറി പോകുന്നു. ചങ്ക് ചറ പറയുന്നിട്ട് കയറിപ്പോണ്ട്. 2 വഴിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. അങ്ങനെ കുറെ കയറിയപ്പോൾ ഇതുപോലൊരു പാറക്കൂട്ടം കണ്ടു. അതിൻ്റെ മുകളിലേക്ക് കയറി പോകണം. വേണ്ട, വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ അല്ല വിരിഞ്ഞ പാറയുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. നമുക്ക് ജസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് പാറക്കൂട്ടം. ഇതെങ്ങനെ ഒരു പാറപ്പുറത്തേക്ക് നമ്മൾ കയറി ചെല്ലണേ. വേനലായതുകൊണ്ട് തന്നെ പുല്ലൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ട്. എന്തായാലും ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കയറിയിട്ട് നമുക്ക് കാണാം. നമ്മളാ കുന്നിൻ്റെ കുറച്ച് ഭാഗം കയറിയിട്ടാ അപ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ്. ചുറ്റും പച്ചപ്പ്, നല്ല പാടശേഖരം കാണാം. അതുപോലെ തന്നെ നല്ല മനോഹരമായ മലനിരകളും കാണാം. നല്ല അടിപൊളി പാടശേഖരം, തെങ്ങും തോപ്പ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കുന്നും പ്രദേശത്തിൻ്റെ പല പല ആംഗിളിൽ നിന്നുള്ള വിഷ്വൽസ് ആട്ടാ ഞാനിപ്പോൾ കാണിക്കണത്. ഫോട്ടോഗ്രാഫിക്കൊക്കെ അടിപൊളിയാണ്. അതുപോലെ നല്ല കാറ്റുണ്ട്, നല്ല വൈബ്, അടിപൊളി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടുന്ന്. ഈ താഴെ കാണുന്ന ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറി വന്നത്. ഇപ്പം നല്ല വെയിലുണ്ട്, ചെറിയൊരു ഇളം കാറ്റുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ്. കുറച്ചും കൂടി മുകളിലേക്ക് നമ്മൾ കയറി അപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇനി നമുക്കിത് ഇങ്ങനൊരു നീണ്ട പാറ കയറാണ്ട്. നല്ല വെയിലുണ്ട്, എന്നാലും ചെറിയ കാറ്റുള്ളത് കൊണ്ട് അധികം ക്ഷീണം അനുഭവപ്പെടുന്നില്ല. അപ്പം നമ്മൾ മെല്ലെ ആ പാറയുടെ മുകളിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലമാണെങ്കിൽ സ്കിഡ് ചെയ്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട്, വഴുക്കൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മളങ്ങനെ മെല്ലെ 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 വീണ്ടും മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് ഇത് വലിയ ഉരുളൻ പാറക്കല്ലുകളുണ്ട് കേട്ടോ. കേട്ടോ, ഇതുപോലെയുള്ള ഉരുളൻ പാറക്കല്ലുണ്ട്. അതിൻ്റെ ഇടയിലൂടെ വേണം പോവാൻ. ഈ പാറക്കല്ല് ചാടി കിടന്നിട്ടാണ് നമ്മൾ പോയത്. ഇവിടെ ചില പക്ഷികളുടെ ശബ്ദം കേൾക്കാണ്ട്, അതുപോലെ മയിലിൻ്റെ ശബ്ദം കേൾക്കാണ്ട്. കുന്നിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു കുത്തനെയുള്ള പാറ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് എത്തും. ഏറ്റവും ടോപ്പ് എന്ന് തന്നെ പറയാം. ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. ഓൾമോസ്റ്റ് ഏറ്റവും മുകൾ ഭാഗത്തെത്തി. ഇവിടെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അവർ ഭയങ്കര വീഡിയോ പിടുത്തോ ഫോട്ടോ പിടുത്തൊക്കെയാണ്. ഇതിൻ്റെ ഓൾമോസ്റ്റ് ഏറ്റവും മുകളിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യൂസ് ഇവിടെ കാണിച്ചു തരണം. വീണ്ടും മുന്നോട്ട് കയറിപ്പോയാലേ ഇതുപോലെ അടിപൊളി പാറക്കൂട്ടങ്ങൾ കാണാം. നല്ല അടിപൊളി പാറക്കൂട്ടങ്ങൾ കാണാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ പാറകൾ ഇങ്ങനെ അടക്കി വെച്ച പോലെ നല്ല വില്ലിമുളങ്കാട് എന്ന് പറയും, അതുണ്ട്.
ഇതിൻ്റെ ഇടയിൽ നല്ല മുളങ്കാടാ. ഇവിടെ നല്ല പക്ഷികളുടെ ശബ്ദം കേൾക്കാണ്ട്. ഇവിടെ പക്ഷികളെ കൂടുകളൊക്കെ ഉണ്ട്. ഈ ചെറിയ മരത്തിൻ്റെ ഇടയിലൊക്കെ നന്നായി പക്ഷികളുടെ കൂടുകളൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയാണ് കൂട്, എന്താണ് കാര്യങ്ങളെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ വശത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ ഇതുപോലെ അടിപൊളി ഇല്ലിമുളങ്കാട് കാണാം. ഇല്ലിമുളങ്കാട് എന്താ ഇവിടെ പാമ്പ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇത് കണ്ടോ, ധാരാളം മുളങ്കൂട്ടങ്ങളുണ്ട് ഈ പാറയുടെ താഴ്ഭാഗത്ത്. ഇത് ഈ പാറക്കൂട്ടത്തിൻ്റെ ഒരു സൈഡാണ്. അവിടെയാണ് ഈ മുളങ്കാടുള്ളത്. ഈ മുളങ്കാട്ടിലുണ്ടല്ലോ നല്ല പക്ഷികളുടെ ചെറിയ ശബ്ദം കേൾക്കാണ്ട്. ചില പക്ഷികളിലൊക്കെ കൂട് ഇതിനോട് ചേർന്നുള്ള മരത്തിൻ്റെ മുകളിലുണ്ട്. പക്ഷെ അതെന്താ എവിടെയാണെന്നൊന്നും നമുക്ക് കാണാനില്ല, നമുക്കറിയാല്ല. പക്ഷെ പക്ഷികളുടെ ശബ്ദം കേൾക്കാം. മയിലാടിപ്പാറ എന്ന് പറയുന്നുണ്ടല്ലോ, മയിലുകൾ പണ്ട് ഇവിടെ വന്ന് ഡാൻസ് ചെയ്തിരുന്നു, ആടിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് മയിലാടിപ്പാറ എന്ന് പേര് വന്നത് എന്ന് പറയുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉള്ളൂ ഈ മനോഹരമായ സ്ഥലത്തേക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.